ചൂരൽമല ദുരന്തത്തിന്റെ 2ാം വാർഷിക ദിനത്തിൽ തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്മരണകളുമായി വെള്ളാർമല സ്കൂളിലെ ഉണ്ണിമാഷെത്തി. ബെയിലി പാലത്തിന് സമീപം നടന്ന പുഷ്പാർച്ചനയിൽ അദ്ദേഹം പങ്കെടുത്തു. ഓർമ്മകളിൽ വികാരാധീനനായി മാഷ് അതിജീവനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്നും പറഞ്ഞു. ലിൻഡോ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വെള്ളാർമല സ്കൂളിലെ പ്രിയപ്പെട്ട ഉണ്ണിമാഷാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴയിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഓർമ്മദിനത്തിൽ ഇവിടെ എത്തിയതാണ്. മാഷെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടുന്ന് പോകുന്നത്. എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയതുകൊണ്ട് മാത്രം തൽക്കാലം ഇവിടുന്ന് മാറി നിന്നതാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ട് കൊടുപ്പുന്ന എന്ന് പറയുന്ന വിദ്യാലയത്തിലേക്കാണ് ഞാൻ പോയത്. ഞാൻ 20 വർഷം ഇവിടെയാണ് ജോലി ചെയ്തത്. ജോലിയേ ആയിരുന്നില്ല, നമ്മൾ അധ്യാപനം ആസ്വദിക്കുകയായിരുന്നു. 20 വർഷത്തോളം ഞങ്ങളെല്ലാവരും അധ്യാപകർക്കിത് ഒരു ജോലി സ്ഥലമായിട്ടല്ല വെള്ളാർമലയിലെ ആളുകൾ നമ്മുടെ ഈ വിദ്യാലയത്തെ കണ്ടത്. ടീച്ചിങ് നമ്മുടെ അതിൻ്റെ മാക്സിമം ആസ്വദിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റു വിദ്യാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഞങ്ങളുടെ പഠന സമയം തന്നെ വ്യത്യസ്തമായിരുന്നു. ഞങ്ങൾ 7:30 മണിക്കാണ് ഇവിടെ ക്ലാസ് തുടങ്ങുന്നത് തന്നെ. 7:30 മണിക്ക് തുടങ്ങും. 7:30 മണിക്ക് കുട്ടികളെത്തും. അപ്പോൾ 7:30 മണിക്ക് കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പുഴയോരത്ത് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ട് കറക്റ്റ് 7:30 മണിക്ക് ഞങ്ങൾ ക്ലാസ് ആരംഭിക്കും. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ മതിമറന്ന് പഠിപ്പിക്കുകയാണ്. നമ്മളങ്ങ് ആസ്വദിക്കുകയും ചെയ്തു, അതിൽ അഹങ്കരിക്കുകയും ചെയ്തു. കാരണം ഇത് നമുക്ക് വെള്ളാർമലയ്ക്ക് മാത്രം സ്വന്തമായിട്ടുള്ളൊരു പഠന രീതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അഹങ്കരിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പ്രകൃതിക്ക് പോലും ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട് കാണില്ല. അതാണ് പറയാനുള്ളത്. ഇങ്ങനെയൊന്നും കാണാൻ ആഗ്രഹിച്ചവരല്ല ഞങ്ങൾ. ഇത് എന്താ ലോക നിലവാരത്തിലേക്ക് ഉയരണം, ഈ വിദ്യാലയം എന്താ പറയുക, അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ചവരാണ്. പക്ഷെ അതിങ്ങനെ കാണേണ്ടി വന്നതിൽ, അതായത് ഏറ്റവും നിർഭാഗ്യവാന്മാരായ ആളുകളായി മാറി ഞങ്ങൾ. ഏറ്റവും ഭാഗ്യവാന്മാരായി എന്ന് കരുതിയിരുന്ന ഞങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാന്മാർ. വെള്ളാർമലയിലെ അധ്യാപകരാണ് ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാന്മാർ. കാരണം അതിങ്ങനെ കാണേണ്ടി വന്നല്ലോ, ഞങ്ങളുടെ മക്കളെ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ എന്ന്, അതാണ് പറയാനുള്ളത്. ഉണ്ണിമാഷെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളാർമല സ്കൂൾ എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമായിരുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാം പ്രിയപ്പെട്ട ഒരിടമായിരുന്നു. ആ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളെയൊക്കെ ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നത് ഇപ്പോഴും വളരെ നൊമ്പരമായിട്ടാണ് ഉണ്ണിമാഷിൻ്റെ ഉള്ളിൽ ഉള്ളത്. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.